NDA വിട്ടതിന് പിന്നാലെ CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി UDF-നോട് അടുക്കുന്നു. മുന്നണിയുമായി അനൗപചാരിക ചർച്ചകൾ നടന്നു എന്ന് CK ജാനു ന്യൂസ് മലയാളത്തോട് സ്ഥിരീകരിച്ചു. ജനാധിപത്യ മര്യാദകൾ പാലിച്ച് പാർട്ടിയെ പരിഗണിച്ചാൽ ആലോചിക്കുമെന്നാണ് നിലപാട്. CK ജാനു വരാൻ തയ്യാറാണെങ്കിൽ ആലോചിക്കും എന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. NDA-യുമായി തെറ്റിയിറങ്ങിയ CK ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ന്റെ ഭാഗമാകാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പാർട്ടിയെ പരിഗണിക്കുന്ന മുന്നണികൾക്കൊപ്പം നിൽക്കും എന്ന നിലപാടിലാണ് JRP. UDF-യുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നുവെന്ന് CK ജാനു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമ്മളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ജനാധിപത്യ മര്യാദയോടുകൂടിയുള്ള ഒരു സ്വീകാര്യത ഉണ്ടാവുന്ന ഒരു ചർച്ച വന്നാൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ചർച്ചയ്ക്കിരിക്കുകയും ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്യും. ഔദ്യോഗികമായ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് UDF നേതൃത്വവും വ്യക്തമാക്കി. മുന്നണിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ CK ജാനുവാണ് മുൻകൈയെടുക്കേണ്ടതെന്നും അതിനുശേഷം കൂട്ടായ തീരുമാനമെടുക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് തരത്തിൽ ഒരു ചർച്ചയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവര് വരാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ തരത്തിലുള്ള പരിഗണന കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ കൂട്ടായി ആലോചിക്കുന്നു. CK ജാനുവിനെ ഒപ്പം കൂട്ടിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആദിവാസി ഗോത്ര മേഖലകളിൽ ഗുണം ചെയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.